നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യ മത്സരത്തിൽ FC ബാഴ്സലോണയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഫ്രഞ്ച് ക്ലബ്ബായ മൊണാക്കോ അവരെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എറിക് ഗാർഷ്യ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി. അതാണ് യഥാർത്ഥത്തിൽ FC ബാഴ്സലോണയ്ക്ക് വലിയ തിരിച്ചടി ഏൽപ്പിച്ചത്. ബാഴ്സയുടെ ഏക ഗോൾ നേടിയത് യുവ സൂപ്പർ താരമായ ലാമിൻ യമാലാണ്. 10 പേരായി ചുരുങ്ങിയത് കൊണ്ട് തന്നെ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ആക്രമണങ്ങൾ ഒന്നും തന്നെ നടത്താൻ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കേവലം ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് അവർക്ക് ഉതിർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ തോൽവിയെക്കുറിച്ച് സൂപ്പർ താരമായ റാഫീഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ പോസിറ്റീവായി കൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റാഫീഞ്ഞയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വിജയിക്കാൻ ആവശ്യമായ എല്ലാതും തന്നെ ഞങ്ങൾ ഈ മത്സരത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു താരം ഇല്ലാതെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഗ്രൂപ്പ് ഘട്ടം അവസാനിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിക്കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഞങ്ങളൊരു മികച്ച ടീം തന്നെയാണ്. ഇതാണ് റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. ലാലിഗയിൽ 5 മത്സരങ്ങളാണ് ഇതുവരെ ബാഴ്സലോണ കളിച്ചിട്ടുള്ളത്. 5 മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 17 ഗോളുകൾ അവർ നേടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അനായാസ വിജയം നേടാൻ FC ബാഴ്സലോണയ്ക്ക് കഴിയും എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഗോൾ കീപ്പർ ടെർ സ്റ്റീഗൻ വരുത്തിയ ഒരു വലിയ അബദ്ധമാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.